കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിനോദ് പ്രിയനെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഗീതു വിനോദിനെ കാണുന്നത്. പെട്ടെന്ന് ഗീതു അങ്ങ് ചെന്നിട്ട് അവനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങി പോടാ എന്നും പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് തള്ളി വിടുവാണ്. നിന്നെ കണ്ടുപോയേക്കരുത്, ഇവിടെ കണ്ടിട്ട് നിന്നെ കൊന്നു കളയുമെന്ന് പറയാണ്. പിന്നീട് ഗീതു അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഗീതു നോക്കിയപ്പോ വീണ്ടും അവിടെ വിനോദ് നിൽക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഗീതു അങ്ങോട്ട് ചെന്നു. വിനോദ് അവിടെ ഒന്ന് വാവിട്ട് നിലവിളിക്കണം. എന്തിനാടാ നീ കരയണേ? നീ ഇനി കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നീ കൊല്ലാതെ കൊന്നില്ലടാ ആ പാവത്തിനെ. ഇതിനേക്കാളും ഭേദം ഞങ്ങളെ അങ്ങോട്ട് കൊന്നേക്കുമായിരുന്നു പറയാ. നിന്നെ ഇവിടെ അങ്ങനെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ രാധികാമ്മയോ ഗോവിന്ദനോ എന്താ ചെയ്യാൻ പോകുന്ന നിനക്കറിയാലോ. അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ നീ രക്ഷപ്പെടാൻ പറയാണ്. വിനോദ് പറഞ്ഞു, എനിക്ക് പോകണ്ട ചേച്ചി, എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ജീവൻ വേണ്ട, എനിക്ക് പ്രിയയുടെ ജീവൻ മതി. പ്രിയയുടെ ജീവൻ വേണം പോലും. എന്നിട്ടാണോടാ ദുഷ്ട നീ ഈ പരിപാടി ചെയ്തേന്ന് ചോദിക്കാം. ചേച്ചി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. മനഃപൂർവ്വം ഒരിക്കലും ഞാനങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ? അപ്പോഴത്തെ ഇതില് പിടിച്ചു തള്ളിയതാ. അവള് വീഴുമെന്നൊന്നും ഞാൻ കരുതില്ലെന്ന് പറയാം. ഇനിയിപ്പൊ നീ എന്ത് ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഇത്രയും വലിയൊരു ചതി പ്രിയോട് ചെയ്യാൻ എങ്ങനെ തോന്നിയടാ നിനക്ക്? നീ വണ്ടിക്കുള്ളിലെയും മയക്കുമരുന്ന് കടത്തിയതും പോരാ, എന്നിട്ടാണോ നിന്റെ നാടകം എന്ന് ചോദിക്കാം. ചേച്ചി, സത്യമായിട്ട് എനിക്കറിയില്ല. ഞങ്ങൾ ട്രിപ്പ് പോയ സമയത്ത് എന്റെ ഫ്രണ്ട്സാ വണ്ടി എടുത്തോണ്ട് പോയത്. അവൻ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ അവന്റെ കൊടുത്തു വിട്ടു. പക്ഷേങ്കിൽ എനിക്കറിയില്ലായിരുന്നു അവരിങ്ങനെ ഒരു ചതി ചെയ്യൂന്നുള്ളേ. അതുകൊണ്ടാ ചേച്ചി, എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയത്തില്ല. ഞാൻ എവിടെ വേണം ഞാൻ ആണയിട്ട് പറയാം, എനിക്കറിയില്ലായിരുന്നു. ഞാൻ അറിയാത്ത തെറ്റിനെ കുറിച്ച് പറഞ്ഞ എല്ലാരും എന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നേ. പക്ഷെ പ്രിയക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്റെ പ്രിയനെ കാണണം, എനിക്ക് കാണാൻ പോകാൻ പറ്റില്ലെന്ന് പറയാണ്. ഗീത് പറഞ്ഞു, അങ്ങോട്ടെങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും, ഇറങ്ങി പോടാന്ന് പറയണം. എനിക്ക് കാണണം, എനിക്ക് കാണാതെ പോകാതെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിനോദ് എന്ത് ചെയ്യുവാണ്, പ്രിയുള്ള മുറിയിലേക്ക് അങ്ങോട്ട് ഐസിയുലേക്ക് അങ്ങോട്ട് ഓടിക്കേറി പോവാണ്. ഈ സമയം നിക്കടാന്ന് പറഞ്ഞിട്ട് ഗീതു പുറകെ ചെല്ലുക. അപ്പോഴേക്കും ഡോക്ടറുടെ മുറിയിലെത്തിയിരുന്നു ഗോവിന്ദും തേഹയും കൂടെ. അങ്ങനെ ഡോക്ടർ പേപ്പറൊക്കെ കൊടുക്കുവാണ് സൈൻ ചെയ്യാനുള്ള. അപ്പൊ ഇനിയിപ്പം കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ഒരു മാർഗം മാത്രമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യുക. പക്ഷെ അത് സർജറി ചെയ്യുന്നതുകൊണ്ട് പ്രിയമോൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. ഡോക്ടർ അങ്ങനെ കൊടുത്ത പേപ്പറെല്ലാം വായിച്ചു നോക്കുവാണ്. എല്ലാം വായിച്ചു കേട്ടപ്പോ തന്നെ ഗോവിന്ദന് വല്ലാത്ത സങ്കടമായിപ്പോയി. ആഹാ, അപ്പൊ ഇനിയിപ്പൊ എന്റെ പ്രിയമോൾക്ക് എന്ത് സംഭവിച്ചാലും ഞാനായിരിക്കും ഉത്തരവാദിയില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ എഴുതിയിരിക്കുന്നത്. കാരണം ഡോക്ടർമാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. കുഞ്ഞിനെ കിട്ടുമെങ്കിലും അമ്മയുടെ കാര്യത്തിൽ അവർക്കും ഉത്തരവാദിത്തമില്ല. ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്നാ ഇപ്പോഴവര് നോക്കുന്നേ. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, അല്ല ഗോവിന്ദന് അറിയാലോ കാര്യങ്ങളൊക്കെ, ഒന്നും വല്ലേലും പഠിപ്പും വിദ്യാഭ്യാസമുള്ള ആളല്ലേ. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഡോക്ടർ എലിസബത്ത് കാതറിൻ പറഞ്ഞ കാര്യങ്ങള് നല്ല എക്സ്പേർട്ടുള്ള ആളാ ഈ കാര്യത്തില്. അപ്പൊ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ സർജറി ചെയ്തെടുക്കണമെന്ന്, അല്ലെ കുഞ്ഞിന്റെ ജീവനും കൂടെ ചിലപ്പോൾ അപകടത്തിലേക്ക് പോകും. അമ്മേനെയും കുഞ്ഞിനെയും കിട്ടാത്തൊരു സ്ഥിതി വരും. അതിനേക്കാളും ഭേദമല്ലേ കുഞ്ഞിനെങ്കിലും കിട്ടുന്നതെന്ന് ചോദിക്കുക. അല്ല ഡോക്ടർ, അത് പിന്നെ ഒരു കാണത്തല്ലേ എന്റെ പ്രിയമോളെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുക. പറഞ്ഞല്ലോ ഗോവിന്ദ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഈ സമയം ഗോവിന്ദ് വല്ലാത്ത ടെൻഷനാ. അപ്പൊ എന്റെ പ്രിയമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനാ ഉത്തരവാദി. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാ. എന്റെ പ്രിയമോളെ രക്ഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഒരു പക്ഷേ രക്ഷിക്കായിരുന്നു, ഇപ്പോഴല്ല മുമ്പ്. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു ബന്ധം വേണമെന്ന് പറഞ്ഞപ്പോ വേണ്ടാന്നും പറഞ്ഞ് എനിക്ക് അവളെ അങ്ങോട്ട് ഒഴിവാക്കി വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ അന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്റെ പ്രിയമോളുടെ ജീവനെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാണ്. ഇപ്പോഴാണ്ടേ പെട്ടെന്ന് രേഖ വന്നിട്ട് പറഞ്ഞു, ഗോവിന്ദൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? സൈൻ ചെയ്ത് കൊടുക്ക, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പ്രിയയുടെ കുഞ്ഞിനെങ്കിലും തിരിച്ചു കിട്ടണ്ടേ? പ്രിയയുടെ ജീവൻ അവിടത്തിലേക്ക് പോയാൽ കുഞ്ഞിനെ രക്ഷിക്കാനും പറ്റാതാവും. രണ്ട് ജീവനാ. ഇതൊക്കെ ഗോവിന്ദൻ അറിയാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ വിറയ്ക്കുന്ന കൈകളിലോട് കൂടിയിട്ട് ഗോവിന്ദ് അങ്ങനെ ആ പേപ്പറിലേക്ക് അങ്ങോട്ട് സൈൻ ചെയ്യുവാണ്. സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടറോട് കൈകൂപ്പി പറഞ്ഞു, എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കാൻ ഡോക്ടറെ, എത്ര രൂപ വേണേലും ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി ഞാൻ തരാം. പക്ഷെ എന്റെ പ്രിയമോളുടെ ജീവൻ മാത്രം മതി എന്ന് പറയാം. ഡോക്ടർ പറഞ്ഞു, പൈസയും കൊണ്ട് ഒന്നും കാര്യമില്ല ഗോവിന്ദേ, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ട് നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയാം. അങ്ങനെ ഗോവിന്ദൻ രേഖയും കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ്. രേഖ പറഞ്ഞു, ഗോവിന്ദാണ്ട് ഇങ്ങനെ തളർന്നാലോ? പ്രിയയുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കി. പാവം പ്രിയ എല്ലാവരുടെ മുന്നേ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുള്ളൂ. നല്ല വിഷമമുണ്ട് ഉള്ളില്. അത് മാത്രമല്ല, രാധികാമ്മയ്ക്കാണല്ലോ എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ട ആള് ഗോവിന്ദേണ്ടല്ലേ. ഗോവിന്ദേണ്ടൻ തളർന്നു പോയാൽ എങ്ങനെയാന്ന് ചോദിക്കാം. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് രേഖ, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. നിനക്കറിയാലോ, ഞാൻ പ്രിയമോളെ എന്റെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചേ. ഒരേട്ടൻ എന്ന സ്ഥാനമല്ലായിരുന്നു, ഒരച്ഛൻ എന്ന സ്ഥാനമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നേ. അവളും അതുപോലെ തന്നെയായിരുന്നു. അവൾക്കൊരു പോർണ്ണ പറ്റി എനിക്ക് സംഭവിക്കില്ലായിരുന്നു.
അവളുടെ കല്യാണം പോലും അറിയാവുന്ന കാര്യമല്ലേ. എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഗീതുവിന്റെ കഴുത്തിൽ താലി ചാർത്തിയത്, അവൾക്ക് വേണ്ടിയിട്ടാ. അവൾക്കൊരു നല്ല ജീവിതം കിട്ടാനായിട്ട്, വിനോദം ഒപ്പമുള്ള നല്ല ജീവിതം. പക്ഷെ വീട്ടിരുന്നതിന് മുമ്പേ കൊഴിഞ്ഞു പോയ അവസ്ഥയായില്ലേ. എനിക്കതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. അതൊന്നും ഓർക്കണ്ട. ഗോവിന്ദൻ ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് ഐസിയിൽ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് ഐസിനകത്തേക്ക് ഇടിച്ചു കയറി ചെന്നിട്ടുണ്ടായിരുന്നു വിനോദ്. വിനോദ് എന്നിട്ട് പ്രിയനെ കണ്ടേ വിനോദ് സഹിക്കാൻ പറ്റില്ല. പ്രിയ എഴുന്നേക്കെന്ന് പറഞ്ഞോണ്ട് ആ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുക. എന്നോടും പിന്നീട് പറഞ്ഞു, എനിക്ക് മാപ്പ് താ പ്രിയ, ഞാൻ അറിയാതെ പറ്റിപ്പോയ തെറ്റാ എനിക്ക്. ഇങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പ്രിയ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, എന്നെ കൂടെ ഞാൻ കൊല്ല്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് എന്തേലും സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല ഈ ഭൂമിയില്. നിന്നോടൊപ്പം ഞാനും വരും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കണം. അപ്പോഴേക്കും ഗീതു ആ പുറകെ ഓടി വന്നു. ഗീതു പറഞ്ഞു, ഇങ്ങോട്ട് മാറാന്ന് പറഞ്ഞ് പിടിക്കുവാണ്. പക്ഷേങ്കില് വിനോദ് പിടിവിടാൻ കൂട്ടാക്കില്ല. എടാ നിന്നോട് ഇങ്ങോട്ട് മാറാനാ പറഞ്ഞിട്ട് അടിക്കും ഇടിക്കും ഒക്കെ ചെയ്യുവാണ്. പക്ഷെ വിനോദ് എന്ത് ചെയ്താ പിടിവിടുന്നില്ല. എടാ നിന്നെ ഇങ്ങനെ ആരും കണ്ടോണ്ട് വന്നാ ഇപ്പൊ നിന്നെ പച്ചയ്ക്ക് കത്തിക്കുള്ളൂ. നീ ഇങ്ങോട്ട് മാറടാ, ഗോവിന്ദേണ്ണ എങ്ങാനും ഇങ്ങോട്ട് വരും. അതായിരുന്നു ഗീതുവിന് പേടി. ഗീതുവിന് അറിയാം ഇപ്പോഴെങ്ങാനും ഗോവിന്ദ് വന്നാൽ പിന്നെ അവിടെ നടക്കാൻ പോകുന്ന എന്താന്നുള്ള കാര്യം. സൈൻ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട, ഇങ്ങോട്ട് ഇറങ്ങടാന്ന് പറഞ്ഞ് ബലമായിട്ട് അങ്ങോട്ട് പിടിക്കുവാണ്. എടാ നീ എന്താടാ ഈ കാണിക്കണേ, നിനക്ക് വല്ല ബോധമുണ്ടോ? ഇത് വെന്റിലേറ്റർ ആണ്, നീ ഇങ്ങനെ കിടന്ന് കാണിക്കാൻ പാടില്ലെന്ന് പറയണേ. ഈ സമയത്ത് ഗോവിന്ദും രേഖയും കൂടെ അങ്ങോട്ട് വരുന്നത്. ഗോവിന്ദ് വന്നിട്ട് ഐസിനകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്, വിനോദിന്റെ മുഖം. ഇത് കണ്ടത് ഗോവിന്ദന് സഹിച്ചില്ല. പിന്നെ ഗോവിന്ദ് ഒന്നും നോക്കില്ല, ഇറച്ചി നേരെ ഐസിനകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. എടാ എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ടതും ഗോവിന്ദ് ഈ ഒച്ച കേട്ടതും പെട്ടെന്ന് വിനോദം വിനോദം ഗീതം പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴാണ് ഗീതുവിന് ഞെട്ടുണ്ട്. ദൈവമേ ഗോവിന്ദൻ, നീ ഇപ്പൊ എന്ത് സംഭവിക്കാടാ, നീ എന്താടാ കാണിക്കാന്ന് ചോദിച്ചു ഓടി വന്ന വിനോദിനെ കോളറിനെ കുത്തിപ്പിടിച്ച കാരണത്തൊന്നും കൂടെ പൊട്ടിക്കുവാണ്. എന്റെ മോളെ ഈ വിധമാക്കിയതും പോരാ, വീണ്ടും നീ അവളെ കൊല്ലാൻ വന്നേക്കുവാണെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗീതു ഇടയ്ക്കരുത്, ഗോവിന്ദേട്ടാ നീ ഒന്നും മിണ്ടരുത്, മാറി നിൽക്കണേ അങ്ങോട്ട് പറഞ്ഞിട്ട് ഗീതുവിനെ അങ്ങോട്ട് തള്ളി മാറ്റുവാണ്. പിന്നീട് വിനോദിനെ പിടിച്ചങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരണം. എടാ മര്യാദയ്ക്ക് ഇരിക്കണം പറഞ്ഞോണ്ട് ഈ സമയം ഗീത പറഞ്ഞു, വേണ്ട ഗോവിന്ദേട്ടാ വേണ്ട, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ. ഒന്നും ചെയ്യണ്ടേ ഇവൻ എന്റെ മോളെ ഇനി കൊല്ലാൻ വന്നാണോ? ഇച്ചിരി ജീവനുള്ള അവൾക്ക് ആ ജീവനും കൂടെ ഇല്ലാതാക്കാൻ വന്ന ഈ ദുഷ്ടൻ. ഇവനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി എന്റെ പ്രിയമോളുടെ ജീവൻ അവാടാ, ഇവനെ വെറുതെ വിട്ടുകൂടാ എന്ന് പറഞ്ഞാൽ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ തുടങ്ങണം. പെട്ടെന്ന് ഇടയ്ക്കിലേക്ക് കയറി ഗീതു കയറിയിട്ട് രണ്ടുപേരും ഒരു വിത്തി വേർപ്പെടുത്തുവാണ്. ഇത് വിനോദനെ പറഞ്ഞു, പോടാ എങ്ങോട്ടേലും പോ, ഇനി ഇവിടെ നിന്ന് തല്ലുകൊണ്ട് നീ ചാവാതെ, നാണമില്ലാത്തവൻ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു, അല്ലെ മിക്കവാറും എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണം എന്ന് പറയാം എന്ന് പറഞ്ഞ് തള്ളി അങ്ങോട്ട് വിടുവാണ്. പിന്നീട് ഗോവിന്ദനെ വലിച്ചിറക്കിക്കൊണ്ട് ഗീതു പുറത്തേക്ക് വരുവാണ്. എന്താ ഗോവിന്ദേട്ടാ എന്തായി കാണിക്കുന്നത്, ഇതൊരു ഐസൈവാ, ആ ഒരു ബോധമില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയണേ, അവൻ കാണിച്ച പരിപാടി അറിയാലോ, എന്നിട്ട് അവൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇനി കുറച്ച് ജീവനും കൂടെ ഉള്ളൂ, അവളെ ഇനി ഇല്ലാതാക്കാനായിരിക്കും വന്നേന്ന് പറയാം. പെട്ടെന്ന് തന്നെ ഗീത പറഞ്ഞു, ഗോവിന്ദേട്ട എങ്ങനെയൊന്നും പറയില്ല, അവനെ തല്ലിയതുകൊണ്ടോ അല്ലെങ്കിൽ അവനെ കൊന്നതുകൊണ്ടോ പ്രിയയുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, അങ്ങനെ അവളുടെ ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ ഈ പുഴുത്ത പട്ടിയുടെ കാല് വേണം ഞാൻ പിടിച്ചാനും, പക്ഷേങ്കില് ഇവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടെന്ന് പറയണം. ഗോവിന്ദേട്ട വേണ്ട ഗോവിന്ദേട്ട, ഇപ്പോഴൊന്നിനും പോണ്ട, പ്രിയമോൾക്ക് വേണം നമ്മൾ പ്രാർത്ഥിക്കുകയോ ചെയ്യണ്ടേ, അല്ലെങ്കിലും അവന്റെ പുറകെ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്കറിയാം ഗോവിന്ദയുടെ മനസ്സിൽ എന്താന്ന്, അതേപോലെ തന്നെ ദേഷ്യമൊക്കെ എനിക്കും അവനോടുണ്ട്. പക്ഷെ ഈ സമയത്ത് നമ്മൾ ദേഷ്യം എടുക്കുന്ന സമയത്തല്ല, പ്രിയയുടെ ജീവൻ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയോ ചെയ്യണ്ടേ. അല്ല പ്രിയമോളുടെ കുഞ്ഞെങ്കിലും പുറത്തു വരുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും ഇവിടെ കാണണം. ഗോവിന്ദേട്ട അരുതാത്ത അവിവേകം ഒന്നും കാണിക്കരുത്, ഗോവിന്ദൻ ധൈര്യമായിട്ടിരിക്കുക, എന്തിനും ഏതിനും ഈ ഗീത് ഗോവിന്ദനൊപ്പം ഇല്ലേ, ഉറപ്പായിട്ടും പ്രിയമോള് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞ ഗോവിന്ദനെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം വിനോദ് തകർന്ന മനസ്സോടുകൂടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. വിനോദിനെ മനസ്സിലായി ഇനിയിപ്പൊ പ്രിയനെ ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ കിട്ടില്ല, അവളുടെ അവസ്ഥ ഇതായിരിക്കുന്നു. തന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് രേഖ അങ്ങോട്ട് വരുവാണ്. രേഖനെ കണ്ടതും പെട്ടെന്ന് പ്രിയ വെച്ചു, എന്തായി രേഖിച്ച് കാര്യങ്ങള്? ഡോക്ടർ സർജറിയെ കുറിച്ച് പറഞ്ഞു, ഗോവിന്ദേട്ടൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ സർജറി നടക്കുമെന്ന് പറയാം. ദൈവമേ എത്രയും പെട്ടെന്ന് സർജറി ചെയ്താൽ കുഞ്ഞിനെ ഒന്ന് പുറത്തെടുത്താൽ മതിയായിരുന്നു. അങ്ങനെ പുറത്തെടുക്കുകയാണ്, കുഞ്ഞിന്റെ ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റുമെങ്കിൽ. പ്രിയ ചിലപ്പോൾ കോമയിലേക്ക് പോവായിരിക്കും, അതുകൊണ്ട് എങ്ങനെ എന്തായി തീരുമെന്ന് അറിയത്തില്ല. അപ്പൊ കുഞ്ഞിന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അതായിരുന്നു ഇപ്പോഴ് ഗീതുവിന്റെ ആണ് രേഖയുടെ മനസ്സിലുള്ളെങ്കിൽ. പക്ഷേങ്കിൽ ഗോവിന്ദന്റെ മനസ്സിൽ അങ്ങനെയല്ല, ഗോവിന്ദന്റെ മനസ്സിൽ പ്രിയനെ കിട്ടണം, അല്ലെങ്കിൽ വിനോദിനെ ഇല്ലാതാക്കണം, എന്ത് റിസ്ക് എടുത്താലും കുഴപ്പമില്ല. പിന്നീട് ഗോവിന്ദ് നേരെ അജാസിനെ വിളിക്കുവാണ്. അജാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അജാസെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാം. ഇത് കേട്ടതും ഗീതു ഞെട്ടി.
ഗീതു പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, എന്താ ഗോവിന്ദേട്ടാ? അജാസിനെ എന്താ വിളിച്ചെന്ന് ചോദിക്കുകയാണ്. കുറച്ച് കാര്യമുണ്ട് എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഗീതുവിന്റെ ഒരു കാര്യം മനസ്സിലായി. ഗോവിന്ദേട്ടൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ അജാസിക്കാനെ വിളിച്ചു വരുത്തുന്നത്. ഒരുപക്ഷെ വിനോദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിപ്പോ പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടോ. ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയാട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.